അതെ, അത് വേറൊരു ലോകമാണ്. ഇനിയൊരവസരം കിട്ടിയാൽ ഒന്നുകൂടി പോവാൻ തോന്നുന്ന, മതവിശ്വാസങ്ങൾക്കപ്പുറം മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ സ്പേസാണ് ആ സ്ഥലവും അവിടുത്തെ മൂഡും. അങ്ങനെ 250 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ മാമാങ്കം നടക്കുവാണ്. വാരണാസിയിൽ കണ്ട അതേ ഗംഗ ആരതി പൂജ നമ്മുടെ കേരളത്തിൽ നിള ആരതിയായിട്ട് ഇന്ന് കാണാൻ പറ്റും. സോ എല്ലാവർക്കും നമസ്കാരം, ഞാൻ ജിത്തു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കേരളത്തിലെ കുംഭമേള എന്ന മഹാമാഘ മഹോത്സവം നടക്കുവാണ്. മാമാങ്കം നടന്ന അതേ ഭാരതപ്പുഴയിലാണ് ഈ ഉത്സവം നടക്കുന്നത്. ഇത് കാണാൻ ഇന്ത്യയിൽ നിന്ന് തന്നെ കുറേ ആൾക്കാർ ഇവിടേക്ക് വരുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ മാത്രം കണ്ടിട്ടുള്ള പുണ്യസ്നാനവും ആരതിയും നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്തിൽ കാണാൻ പറ്റും. അതായത് മലപ്പുറത്തിൻ്റെ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ തീരത്ത്. വാരണാസിയിൽ പോയി ഗംഗാരതി കാണാൻ സാധിക്കാത്തവർക്ക് ഇത് നല്ല അവസരമായിരിക്കും. കാരണം അതേ ഉത്തരേന്ത്യയിൽ പൂജ ചെയ്യുന്ന പൂജാരിമാരാണ് ഇവിടെ നിലാതീരത്ത് ആരതി ഒരുക്കുന്നത്. കേരളത്തിൻ്റെ മണ്ണിൽ ഈ ആരതി കാണാൻ നല്ല രസമാണ്. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. പിന്നെ ഭയങ്കര തിരക്കാണ് ഇവിടെ. മാക്സിമം നിങ്ങൾ നേരത്തെ വന്ന് സീറ്റ് പിടിച്ചാൽ അടുത്ത് തന്നെ ഇരുന്ന് കാണാം. ഇവിടെ വരാൻ 2 മാർഗമുണ്ട്. ഒന്നുകിൽ തിരുനാവായ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഈ താൽക്കാലിക പാലത്തിലൂടെ എത്താം, അല്ലെങ്കിൽ അക്കരെയുള്ള തവനൂരിലൂടെ നദിയിലേക്ക് പ്രവേശിക്കാം. ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു ഈ 3 ദേവതാ ക്ഷേത്രങ്ങളും ഇരുകരകളിലുമായി സംഗമിക്കുന്ന ഇടമാണ് തിരുനാവായ. നദിയും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ ഫ്രം ജിത്തു.